ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ഇസ്രായേൽ അമേരിക്ക ഇറാൻ വിഷയത്തിൽ ഒരുപാട് പ്രശ്നം ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ ഇസ്രായേലും ഇറാനുമായിട്ടൊക്കെ പ്രശ്നമുണ്ട്. എന്നാൽ പോലും ഇസ്രായേൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ആരംഭിച്ചതും അത് അവസാനിപ്പിക്കാൻ പോകുന്നു അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അത് ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി അറിയുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി പഠിച്ച ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അതിന് അമേരിക്കയുടെ പിന്തുണയോടും ഉണ്ട്. 47 വർഷമായിട്ട് ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കാൻ ഇറാനും ഒരു 30 പുറത്ത് വരുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അവരിനിയും പരാജയപ്പെടത്തേ ഉള്ളൂ. അതാണ് സത്യം. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തിരിച്ചടിക്കുന്നത് അമേരിക്കൻ ബേസുകളാണ്. GCC കൺട്രിയിലുള്ള ഗൾഫിലും സൗദിയിലും ബഹ്റിനിലും ദുബായിലും ഖത്തറിലും കുവൈറ്റിലൊക്കെ ഉള്ള അമേരിക്കൻ ബേസുകളാണ് അവർ ആക്രമിക്കുന്നത്. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഇന്ത്യ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്, സ്വാഭാവികം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇതിന് 2 ദിവസം മുമ്പേ അവരും തമ്മിൽ പ്രശ്നങ്ങളായിട്ട് യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യം അവരും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ട് അവരും ഇതിന് പങ്കാളിയായിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ബംഗ്ലാദേശിലും ഈ പറയുന്ന പോലെ ചില പ്രശ്നങ്ങളുണ്ട്. ബംഗ്ലാദേശിൽ ആരെയും കിട്ടാത്തതുകൊണ്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഹിന്ദുക്കളെയും മറ്റ് ബുദ്ധ മതസ്ഥരെയൊക്കെയാണ് അവർ കൊന്നെടുക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ നമ്മൾ സത്യം പറഞ്ഞത് എന്ത് സുഖമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പുണ്യമാസം സൗദി പറയുന്നതിൻ്റെ തൊട്ട് പുണ്യമാസമായിട്ട് യുദ്ധം നിർത്തി വെക്കാനൊക്കെ സൗദി പറയുന്നുണ്ട്. അന്നേരം സൗദി പോലെ വലിയ രാജ്യത്തിൻ്റെയൊക്കെ നിസ്സഹായാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിൽ ഈ പുണ്യമാസത്തിൽ അല്ലെങ്കിൽ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോയി സമാധാനത്തോടെ നിസ്കരിച്ച് തിരിച്ചു പോരാൻ പറ്റുന്നെങ്കിൽ എന്ന് വെച്ചാൽ പള്ളിയിൽ കയറി മറ്റ് എവിടെയെങ്കിലും ആണെങ്കിൽ ബോംബ് പൊട്ടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക നായകരോ അവരാരും ഇത് സമ്മതിച്ചു തരത്തുമില്ല. നരേന്ദ്രമോദി ഗവൺമെൻറ് അഥവാ BJP ഗവൺമെൻറ് എത്ര സുന്ദരമായിട്ടാണ് ഈ ഭാരതത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഇവിടെ കയറിയിട്ട് ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വായി നോക്കികളും ഈ പറയുന്ന പോലെ തീവ്രവാദി നാറികൾ, ഇതിനകത്തുള്ള കുറേ തീവ്രവാദികളുണ്ടല്ലോ, ഇവന്മാരൊക്കെ ചേർന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പരമാവധി ഒരു പിടിച്ചു നിർത്തിയിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം പരമാവധി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇങ്ങോട്ട് അടിച്ചാൽ നമ്മൾ ശക്തമായ തിരിച്ചടി കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ അടിക്കാനൊരു പേടിയും ഈ പറയുന്ന തീവ്രവാദികൾക്കും പാകിസ്ഥാൻകാർക്കും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 20 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. തീവ്രവാദമൊക്കെ ഈസിയായിട്ട് നടക്കാൻ പറ്റുന്ന രാജ്യമാണ് ഇന്ത്യ. കാര്യം മുൻകാലങ്ങളിൽ നമ്മളത് കാണിച്ചു തരുന്നു. മുൻ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം എന്ത് സുന്ദരമായിട്ടാണ് എന്തൊരു സമാധാനത്തോടെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നു, നമുക്ക് സമാധാനത്തോടെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുന്നു, ഫുട്ബോൾ കളി നടക്കുന്നു, എന്തിനേറെ പറയുന്നത് എന്തുകൊണ്ടും ഇന്ത്യ സുരക്ഷിതമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഗുണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നമ്മൾ സുഖമായിട്ട് സന്തോഷമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് ഈ നരേന്ദ്രമോദി സർക്കാരിനോട് BJP സർക്കാരിനോട് നന്ദി പറയണം. ഞാനും നന്ദി പറയുന്നു. എന്തായാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. എത്രയും വേഗം യുദ്ധം നിർത്തിവെക്കണമെന്ന്, അല്ലെങ്കിൽ എത്രയും വേഗം യുദ്ധം നിർത്തട്ടെ. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇന്ത്യക്കൊന്നും പറയാൻ പറ്റത്തില്ല യുദ്ധം നിർത്തിവെക്കണമെന്ന്. ഇന്ത്യക്ക് പറഞ്ഞാൽ തീരുമോ? ഒരിക്കലും ഇല്ല. കാര്യം അത്രത്തോളം പ്രശ്നങ്ങൾ ഇസ്രായേലും അമേരിക്കയും ഇറാനും അവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ഇതുപോലൊരു ഗവൺമെൻറ്റിനെ കിട്ടിയാൽ നമുക്ക് അഭിമാനിക്കാം. മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധം എത്രയും വേഗം നിർത്തട്ടെ. കാര്യം നിരപരാധികളായ ഒരുപാട് പേര് ഇതിൽ കൊല്ലപ്പെടും. നമുക്കിത്രേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. നല്ല വീഡിയോയുമായി ഇനിയും കാണാം. ഓക്കെ, ജയ് ഹിന്ദ്.